ആനിമെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ വലിയ റെവല്യൂഷൻ കൊണ്ടുവരികയും നമ്മൾ അതുവരെ കാണാത്ത ഒരു ആനിമെ സ്റ്റൈൽ തന്നെ പുതുതായി ക്രിയേറ്റ് ചെയ്ത് എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് ആനിമെ സീരീസ് തന്നെയാണ് ഡീമൺ സ്ലെയർ. ആക്ച്വലി സാഹചര്യത്തിൽ ചില സമ്മർദ്ദം മൂലം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എൻ്റെ എപ്പിസോഡ്സും കണ്ടു തീർത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ആദ്യ 2 സീസൺ കണ്ടു തീർത്തതിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് വന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്തായാലും ഈ ഒരു സീരീസ് പൂർണ്ണമായും കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ സീരീസിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. 2016 മുതൽ 2020 വരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ജാപ്പനീസ് ആനിമയുടെ ഡയറക്റ്റ് അഡാപ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു ഡീമൺ സ്ലെയർ സീരീസ്. 2019 ഇതിന്റെ ആദ്യ സീസൺ പുറത്തു വന്നിട്ടുള്ളത്. തുടർന്ന് 4 സീസണുകളിലായി ഏകദേശം 63 എപ്പിസോഡ്സും സീസണിന്റെ കണ്ടിന്യൂഷനായി ഒരു മൂവിയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ മൂവിയിലൂടെ ഏകദേശം 500 മില്യന് മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തത് എന്നത് മറ്റൊരു അത്ഭുതം. മാത്രമല്ല ഈ വരുന്ന സെപ്റ്റംബറിൽ ഇതിന്റെ അടുത്ത പാർട്ടായിട്ടുള്ള ഇൻഫിനിറ്റി കാസിലും പുറത്തിറങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള ആനിമെ ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് ഇൻഫിനിറ്റി കാസിൽ. പ്രധാനമായിട്ടും സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ മനുഷ്യരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരുപാട് ഡീമൻസും ഈ ഡീമൻസിനെ പൂർണ്ണമായി ഹണ്ട് ചെയ്യുന്ന ഡീമൺ സ്ലേയേഴ്സിനെ ബേസ് ചെയ്ത് വരുന്ന ഈ ഒരു സീരീസിലൂടെ ടാൻജിറോ എന്ന പ്രോട്ടഗോണിസ്റ്റ് കഥാപാത്രവും അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള നെസിക്കോ എന്ന ഡീമനായി മാറിയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ജേർണി തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സീരീസിലൂടെ നമ്മൾ കാണുന്നത്. തന്റെ എൻറ്റയർ ഫാമിലിയും ഇല്ലാതാക്കിയിട്ടുള്ള ഡീമൻസിനോടുള്ള പ്രതികാരമാണ് പ്രധാനമായിട്ടും ടാൻജിറോയ്ക്കുള്ളതെങ്കിലും തന്റെ ഡീമനായി മാറിയിട്ടുള്ള സിസ്റ്ററിനെ എങ്ങനെയെങ്കിലും തിരികെ പഴയ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്യൂവേഴ്സും ഇദ്ദേഹം തപ്പി നടക്കുന്നുമുണ്ട്. ടാൻജിറോയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു എൻറ്റയർ സീരീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തന്നെയും പിന്നീട് ഒരുപാട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇതിലൂടെ കാണുന്നതാണ്. ഡിഫറന്റ് സ്റ്റൈലിലുള്ള ഒരുപാട് ഡീമൻസും അവരെ ഡിഫീറ്റ് ചെയ്യാനായി പല ബ്രീത്തിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന പല ഡീമൺ സ്ലേയേഴ്സിനെയും കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് വരുന്ന ഈ ഒരു എൻറ്റയർ സീരീസും അതുവരെ വന്നതിൽ വെച്ച് വളരെയധികം മികച്ചു നിൽക്കുന്ന ആനിമേഷൻ ക്വാളിറ്റിയിലൂടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ യൂണീക്ക് ആയിട്ടുള്ള ആനിമേഷൻ ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമായി ഏകദേശം $81 മില്യൺ ആണ് ഫസ്റ്റ് സീസണിന് വേണ്ടി മാത്രം ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നത്. ടാൻജിറോയ്ക്ക് മാത്രമല്ല കൂടെ വന്നിരിക്കുന്ന മെന്റേഴ്സിനാണെങ്കിലും ടീം മെമ്പേഴ്സിനാണെങ്കിലും ഈവൻ ദോ ഡീമൻസിനാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി കൊണ്ടുവരുവാൻ ഈ ഒരു സീരീസിന് സാധിക്കുന്നുമുണ്ട്. ഇനി ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും പറ്റി എടുത്തു പറയേണ്ടതാണ്. ഈവൻ ദോ അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ പോരായിക വരും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ക്യാരക്ടേഴ്സിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ ഈ ഒരു സീരീസിൽ കൊണ്ടുവരുന്നു എന്നതിനോടൊപ്പം തന്നെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗിന് പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനം പല അവസരങ്ങളും പിന്നീട് വരുന്ന എപ്പിസോഡ്സിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഈ ഒരു സീരീസിന്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ്, അതിനോടൊപ്പം കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന അത്യുഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ചേരുമ്പോൾ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിട്ട് നമ്മളെ മാറ്റുകയാണ് ഡീമൺ സ്ലെയർ. പ്രധാനമായിട്ട് ഒരു ആക്ഷൻ സീക്വൻസിലേക്ക് കടക്കുമ്പോൾ അത് ഡീമൻസിന്റെ പലതരത്തിലുള്ള പവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഡീമൺ സ്ലെയേഴ്സും യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽസ് തന്നെ ഡിഫറന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ആക്ഷൻ സീക്വൻസിനും അതിന്റേതായിട്ടുള്ള യൂണിക്നെസ് നമ്മൾ കാണുവാൻ സാധിക്കുന്നുമുണ്ട്. എന്തായാലും സെപ്റ്റംബറിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഇൻഫിനിറ്റി കാസിന് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിൽ ആരൊക്കെ ഡീമൺ സ്ലെയർ ഫാൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.